ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മൾ അമ്പലത്തിലാണ് ഗൈസ്, അതും കൊടക്കേപ്പറമ്പ് അമ്പലത്തിൽ മഹാദേവ ക്ഷേത്രത്തിലാണ്, നമ്മുടെ കോണത്തുനിന്നുള്ള അമ്പലത്തിലാണ് കേട്ടോ ഇന്ന് പരിപാടി. നമ്മുടെ ഈ വെക്കേഷൻ സമയത്തുണ്ടല്ലോ, നമ്മുടെ അമ്പലത്തിൽ, അതായത് നമ്മുടെ കൊടകരയുള്ള തൊട്ടടുത്തുള്ള എൻ്റെ കൃഷ്ണൻ്റെ അമ്പലത്തിൽ എല്ലാ തവണയും ഈ സപ്താഹം വായനയും പ്രതിഷ്ഠാ ദിനമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യം നമ്മുടെ അവിടെ അമ്പലത്തിൽ സപ്താഹം വായനയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നടപ്പരയുടെ ഒക്കെ പണി നടക്കുക. അപ്പം അതുകൊണ്ട് സപ്താഹം വായനയില്ല. അപ്പം അങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് നമ്മുടെ കോണത്തുകുന്നിലുള്ളത് മഹാദേവൻ ശിവൻ്റെ അമ്പലത്തിൽ സപ്താഹം വായന നടക്കണമെന്ന് അറിഞ്ഞത്. അപ്പോൾ ഒന്നും താമസിച്ചില്ല, നേരെ ഞങ്ങൾ 7 ദിവസത്തെ പരിപാടിക്ക് നമ്മൾ കോണത്തുകുന്നിലെത്തിയിട്ടുണ്ട്. അപ്പോൾ കോണത്തുകുന്നിലാണ് ഇനിയുള്ള 7 ദിവസം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിവസമാണത്. അപ്പോൾ ആദ്യത്തെ ദിവസം നമ്മുടെ സപ്താഹത്തിൻ്റെ അമ്പലത്തിൻ്റെ എന്താ പറയുക, തെക്കേ നടപ്പുര ഉദ്ഘാടനമാണ് കേട്ടോ. അപ്പോൾ ഉദ്ഘാടനത്തിന് വേണ്ടി നമ്മുടെ എല്ലാവരും സെറ്റുമുണ്ടൊക്കെ എടുത്ത് വന്ന് താലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ ഈ ഉൾഭാഗമാണ് കാണുന്നത്. നല്ല രസമുണ്ടല്ലേ? എനിക്ക് ഈ അമ്പലം ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഉൾഭാഗം ചെല്ലുമ്പോൾ തന്നെയുള്ള ആ പോസിറ്റിവിറ്റി ഒരു രക്ഷയില്ല. നിങ്ങൾ കോണത്തുനിന്ന് ആ ഭാഗത്തൊക്കെ പോകണമെങ്കിൽ എന്തായാലും ഈ അമ്പലത്തിലൊന്ന് കയറി നോക്കിക്കോളൂ കേട്ടോ, കൊടക്കേപ്പറമ്പ് അമ്പലം. അപ്പോൾ പറഞ്ഞു പറ്റേ നടപ്പുര സമർപ്പണമാണ് നടക്കുന്നത്. അപ്പോൾ സപ്താഹാചാര്യൻ കാവനാട് രാമൻ നമ്പൂതിരിയാണ് സമർപ്പണം നടത്തണത്. അപ്പോൾ അതിന് വേണ്ടി എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സമർപ്പണത്തിന് വേണ്ടിയുള്ള വിളക്ക് കൊളുത്തുകയാണ് കേട്ടോ. അപ്പോൾ ആ ചടങ്ങിലേക്ക് കിടക്കാം. അയ്യോ, ഉദ്ഘാടനത്തിന് ആ ചെണ്ടമേളമൊക്കെ ഉണ്ട്. അത് കേൾക്കുമ്പോഴേക്കും നമ്മളെ കോപ്പിറൈറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ആ ഉദ്ഘാടനം നിങ്ങൾ കേൾക്കണ്ട, കണ്ടാൽ മതി. എൻ്റെ വോയിസ് ഓവറോടുകൂടി നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ ഉദ്ഘാടനത്തിന് എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്, താലൊക്കെ ഏന്തിയിട്ട്. അപ്പോൾ ഉദ്ഘാടനത്തിന് മുമ്പ് അവിടെ നമ്മുടെ ഉദ്ഘാടനം കുറേ പ്രാവശ്യമായാലും. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ നടപ്പുരയുടെ ഫ്രണ്ടിൽ ഒരു ശിവൻ്റെ വിഗ്രഹമല്ല, പ്രതിമയുണ്ട്. അപ്പോൾ അത് അനാച്ഛാദനാണ് ഇപ്പോൾ നടക്കാൻ പോണത്. അനാച്ഛാദനം എന്നല്ലേ പറയുക, അത് ഇങ്ങനെ മാറ്റണതാണ് നടക്കാൻ പോണത്. അങ്ങനെ എല്ലാവരും സെറ്റ് മുണ്ടൊക്കെ എടുത്ത് സുന്ദരികളായിട്ടാണ് കേട്ടോ വന്നേക്കണത്. ഞാൻ പക്ഷേ സെറ്റ് മുണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല, പിന്നെ താലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താലൊക്കെ എടുത്ത് എല്ലാവരും ഓം നമ ശിവായ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിളക്കൊക്കെ കൊളുത്തി നമ്മുടെ നടപ്പുരയുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതേ ബാക്കിൽ നമ്മുടെ ശിവൻ്റെ ഒരു പ്രതിമയുണ്ട് കേട്ടോ, ആ നടപ്പുരയുടെ സൈഡിലായിട്ട്. അത് നല്ല രസമുണ്ട്. അപ്പോൾ അതും മറ്റേ ഇതൊക്കെ മാറ്റി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ അതിൻ്റെ ചടങ്ങുകളൊക്കെ കാണാം അല്ലേ. നടപ്പുരയുടെ ഉദ്ഘാടനവും മഹാദേവൻ്റെ പ്രതിമയുടെ അനാച്ഛാദനവും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാവരും കൂടി നമ്മുടെ സപ്താഹ വേദിയിലേക്കാണ് കേട്ടോ പോണത്, താലൊക്കെ ഏന്തിയിട്ട്. അപ്പോൾ ഇനിയുള്ള 7 ദിവസങ്ങളിൽ ഇവിടെ സപ്താഹമാണ് നമ്മുടെ കൊടക്കേപ്പറമ്പ് മഹാദേവൻ്റെ. കഴിഞ്ഞു പോയിട്ടാ, ഞാനിതൊക്കെ എല്ലാവരും കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഓം നമ ശിവായ നാമമൊക്കെ ചൊല്ലി നമ്മുടെ സപ്താഹ വേദിയിലേക്ക് താലമായിട്ട് പ്രദക്ഷിണം വച്ചിട്ട് പോവാണ്.
അങ്ങനെ ഇന്ന് മുതൽ സപ്താഹം തുടങ്ങുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കൊടകരയിലത്തെ സപ്താഹം, എൻ്റെ കൃഷ്ണൻ്റെ അവിടുത്തെ അമ്പലത്തിലെ സപ്താഹത്തിന് പകരം ഇവിടെയാണ്. ഈ വൈശാഖ മാസമൊക്കെ ആയിട്ട് നമുക്കൊരു സപ്താഹമൊക്കെ വേണമല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ കൃഷ്ണൻ്റെ അമ്പലത്തിലില്ലാത്തതിന് പകരം ശിവൻ്റെ അമ്പലത്തിലാണ് ഇപ്രാവശ്യം സപ്താഹം കൂട്ടണത്. അപ്പം ഞാൻ മിക്ക ദിവസങ്ങളിലും പോയിരുന്നു, പക്ഷെ അധികം നേരമൊന്നും സപ്താഹം കേൾക്കാനുള്ള ഒരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ പോയി സപ്താഹമൊക്കെ കേട്ടു, ഭക്ഷണമൊക്കെ കഴിച്ചു, അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ തൊഴാനും പോയിരുന്നു. അതിൻ്റെ ഇടയിൽ തന്നെയായിരുന്നു നമ്മുടെ പ്രദോഷം ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രദോഷം തൊഴാനും പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടപ്പുരയുടെ സമർപ്പണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ദീപാരാധനയുടെ സമയമായിട്ടാണ്. അപ്പം ഞാൻ നമ്മുടെ അമ്പലത്തിന് ചുറ്റുമുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായി. നല്ല രസമാണ് അല്ലേ. ഈ അമ്പലത്തിൽ വരുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. ശരിക്കും നല്ല കല്ല് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ പഴമയുടെ ഇതുള്ള ഒരു അമ്പലം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ ഇവിടുത്തെ ഞാൻ ശ്രദ്ധിച്ചത് ഇവിടുത്തെ ഞങ്ങളുടെ കോണത്തൂന്ന് പ്രദേശത്ത് ഇങ്ങനെ മണലുള്ള സ്ഥലമൊന്നുമല്ല, പക്ഷേ ഈ അമ്പലത്തിന് ചുറ്റും ഈ നല്ല വെളുത്ത മണലാണ്. അതെന്താവോ അവിടെ മാത്രം ഇങ്ങനെ വെള്ള മണൽ വരാൻ കാരണം. പിന്നെ ഇവിടെ പാമ്പും കാവുകളുണ്ട് കേട്ടോ 2 സ്ഥലത്തും. അപ്പോൾ നമ്മുടെ ഈ കൊടക്കേപ്പറമ്പ് അമ്പലം വരണത് നമ്മുടെ കൊടുങ്ങല്ലൂർ ഇരിഞ്ഞാലക്കുട റൂട്ടിൽ കോണത്തൂന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. അതായത് എൻ്റെ അനുപേട്ടൻ്റെ വീടുള്ള സ്ഥലത്ത്. അപ്പോൾ അതിൻ്റെ ഒരു വളവിലായിട്ടാണ് നമ്മുടെ ഈ കൊടക്കേപ്പറമ്പ് അമ്പലം ഉള്ളത്. പിന്നെ ഉണ്ടല്ലോ എൻ്റെ അച്ഛൻ്റെ വീടുണ്ടല്ലോ കൊടുങ്ങല്ലൂർ പുല്ലൂറ്റാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ കൊടകരയിൽ നിന്ന് കൊടുങ്ങല്ലൂർ ആഴ്ചയിലൊക്കെ ഇടയ്ക്ക് അച്ഛൻ്റെ വീട്ടിൽ പോകലും ഒക്കെ ഉണ്ടായിരുന്നു. വെക്കേഷൻ സമയങ്ങളിലൊക്കെ ഇങ്ങനെ ബസ്സിനാണല്ലോ പോവുക. പണ്ട് അമ്മയുടെ ഒപ്പം ഞാനും കുട്ടനും കൂടിയൊക്കെ ബസ്സിനിങ്ങനെ പോണ സമയത്ത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ ഈ അമ്പലം. ഇത് ശരിക്കും ഒരു 2 വളവിലാണ് വരിക. അപ്പോൾ നമ്മൾ എന്തായാലും ശ്രദ്ധിച്ചു പോകും. ആ വഴി പോണവർ എന്തായാലും ശ്രദ്ധിക്കാണ്ടിരിക്കില്ല ഈ ഒരു അമ്പലം. അപ്പോൾ അത്ര നല്ല എന്താ പറയുക, ഒരു പഴമ നിലനിർത്തണ ഒരു അമ്പലമാണ്. അപ്പോഴേ ഞാനിത് ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കാറുണ്ട് ഈ അമ്പലത്തിൽ ഒരു പ്രാവശ്യമെങ്കിലുമൊക്കെ പോകണം എന്നൊക്കെ. പക്ഷെ എന്നിട്ട് ഇത് കല്യാണം കഴിഞ്ഞ് ഞാൻ വന്നത് ഇവിടേക്കാണ്, ഈ കോണത്തൂന്നിലേക്ക്. അങ്ങനെ എനിക്ക് കുറേ പ്രാവശ്യം ഇവിടെ വന്ന് തൊഴാനൊക്കെ അവസരം കിട്ടിയിട്ടാ. വാസനകളെ ഇല്ലാതെയാക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ മോഹനങ്ങളായിട്ടുള്ള പൂജകളെ കൊണ്ടും അപ്പം അമ്പലത്തിൽ അന്നദാനത്തിൻ്റെ ഉച്ചയാകുമ്പോഴും വരും. പിന്നെ ഞങ്ങൾ വൈകുന്നേരം തൊഴാൻ വരും, പിന്നെ സന്ധ്യയ്ക്ക് തൊഴാൻ വരും. അങ്ങനെ വരാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇരുന്ന് കേൾക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ രുക്മിണി സ്വയംവരത്തിനൊക്കെ വൈകുന്നേരം നേരം വൈകിട്ടായിരുന്നു രുക്മിണി സ്വയംവരം. ഞങ്ങളുടെ അവിടെ കുറച്ച് നേരത്തേക്കാണ് ആവാറ്. ഇത് സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് രുക്മിണി സ്വയംവരത്തിൻ്റെ കൈകൊട്ടിക്കളിയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കൂടാൻ പറ്റിയിട്ടാണ്. അമ്പലത്തിൽ തൊഴാൻ വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ മാല പാർവതിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളൊക്കെ തിരുവാതിരക്കളി കളിച്ചു. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ദുർഗാ ശരണത്തെ നാരദൻ കുട്ടിക്കോളുത്തി. അപ്പോൾ നമ്മുടെ സപ്താഹത്തിന് കുചേലദിനത്തിനും രുക്മിണി സ്വയംവരത്തിനും കൃഷ്ണാവതാരത്തിനും അങ്ങനെ എല്ലാത്തിനും വരാൻ പറ്റി. പിന്നെ സന്ധ്യയ്ക്ക് തൊഴാൻ വരാൻ പറ്റി. അങ്ങനെ ശിവൻ്റെ അമ്പലത്തിൽ കുറച്ച് നാളെ അടുപ്പിച്ച് തൊഴാനൊക്കെ പറ്റിയിട്ടാണ്. അതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഓം നമഃ ശിവായ എന്നുള്ള കമൻറ്റ് ഇട്ടോളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ. കാണാൻ തൻ്റെ സുഹൃത്ത് ഇങ്ങോട്ട് വന്നുവല്ലോ. ഇത്ര കാലം തന്നെ വിളിക്കൽ മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. എന്നിട്ടോ താൻ ഒന്നും കൊടുത്തില്ല. എന്നാലും എന്നോട് സ്നേഹം മാത്രം